ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റ് ഇല്ലാത്ത മീറ്റ് ലൈക്ക് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി. സോയാബീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സാധാ സോയാബീൻ്റെ കട്ട്ലേറ്റ് അല്ല കേട്ടോ. ഉള്ളിലത്തെ സ്റ്റഫിങ് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സാധാ മിക്സ് ചെയ്ത് അത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, ഇതൊന്ന് കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാബീൻ അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ 1 കപ്പ് സോയാബീൻ ഇട്ട് ജസ്റ്റ് ഒരു 2-3 തവണയൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. നമ്മുടെ സോയാബീൻ നല്ല പഞ്ഞി പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഈ സോയാബീൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക, അധികം അരഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചെറിയുള്ളിയാണ് കേട്ടോ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ബേസിക് ടേസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പം ചെറിയുള്ളി എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റ് നമ്മുടെ കട്ട്ലേറ്റിന് വരും. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് അതിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഉള്ളിയും എല്ലാം ഇട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ്, അതുകൂടി ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയാണ് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഫ്രഷായിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന സോയാബീൻ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇത് അധികം നേരം ഇട്ട് ഇളക്കരുത്. ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് കുഴഞ്ഞു പോകും. ഓൾറെഡി സോയാബീൻ കുക്ക് ചെയ്ത് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ടൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മീറ്റ് ലൈക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല തണുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ തന്നെ നല്ല മണമാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയാബീൻ റോസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാം. അപ്പോൾ കട്ട്ലേറ്റിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ കേക്ക് പരുവത്തിൽ ആക്കിയിട്ടെടുക്കാം. എനിക്ക് 1 കപ്പ് സോയാബീനിൽ നിന്ന് 14 പീസ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട്ലേറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുട്ട കുറച്ച് ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അതിൽ ഞാൻ ഈ കേക്ക് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് കൂടി അതിൻ്റെ മുകളിലൂടെ എടുക്കുകയാണ്. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കോട്ടിങ്. ഇതുപോലെ എല്ലാതും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈഡായി കിട്ടിയാൽ മതി. കാരണം ഓൾറെഡി ഉള്ളിലത്തെ കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ പുറത്തെ ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ 2 സൈഡും നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരുവാണ്. അപ്പോൾ ഇതുപോലെ എല്ലാതും കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ കട്ട്ലറ്റിനകത്ത് ഒട്ടും തന്നെ എണ്ണ പിടിച്ചിട്ടില്ല. ഞാൻ ആകെപ്പാടെ 4 ടേബിൾ സ്പൂൺ എണ്ണയായിരുന്നു ഫ്രൈ ചെയ്യാനെടുത്തത്. അത് അത്രയും തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കട്ട്ലറ്റും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ അതിനകത്ത് എണ്ണ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിനുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.